ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. കുറേ നാളെ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നുള്ളത്. സോ ഇത് ഒരു പോയിന്റേഴ്സും ഇല്ല, ഒരു എന്താ പറയുന്നത്, ഫിലോസഫിക്കൽ അല്ല, അങ്ങനത്തെ ഒന്നും നിങ്ങൾ കരുതരുത്. എൻ്റെ ലൈഫിലത്തെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. ദ മെയിൻ തിങ് ഇസ് ദാറ്റ് വാട്ട് ചേഞ്ച് മൈ ലൈഫ്, അല്ലെങ്കിൽ എൻ്റെ തോട്ട് പ്രോസസ് എങ്ങനെയാണ് ചെയ്തത്. അത് ചിലവർക്ക് വർക്ക് ചെയ്യാം, ചിലവർക്ക് വർക്ക് ചെയ്തിരിക്കാം, ചിലവർക്ക് റിലേറ്റ് ആവാം, ചിലവർക്ക് ഇത് എനിക്ക് എന്താ വട്ടാണോ എന്ന് തോന്നിക്കാം. അങ്ങനത്തെ ഒരു ലെവലിലാണ്. പക്ഷേ ആർക്കെങ്കിലൊക്കെ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ആൻഡ് ഈസിലി അല്ല, ബട്ട് യു ക്യാൻ പുട്ട് ദിസ് ടു പ്രാക്ടീസ്. ആൻഡ് ഐ തിങ്ക് സോ എന്തായാലും ഇതിൽ നിന്ന് ബാഡായിട്ട് ഒന്നും ഔട്ട്കം വരില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളും കൂടെ അത് പ്രാക്ടീസ് ചെയ്താൽ. സോ കുറച്ച് കാര്യങ്ങൾ, ഫസ്റ്റ് എൻ്റെ തോട്ട്സിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ, കാരണം ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. എൻ്റെ ആക്ച്വലി ടു ബി ഓണസ്റ്റ് ഈ ബിഫോർ വ്ളോഗിങ് ആൻഡ് ആഫ്റ്റർ വ്ളോഗിങ് എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ ആക്ച്വലി ഒരു ഭയങ്കര ചേഞ്ച് വന്നിരിക്കുന്നത്. സോ എൻ്റെ ഈ ടേണിംഗ് പോയിന്റ് വന്നത് എൻ്റെ കോവിഡ് ടൈമിൽ എനിക്ക് എന്തോ ഭാഗ്യം പോലെ ഇന്ദ്രേട്ടനും അതുപോലെ തന്നെ ഇന്ദ്രേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. സോ ആ ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന അവരുടെ ഒരു ഗ്യാങ് ഓഫ് പീപ്പിൾ ആയിരുന്നു, വളരെ ക്ലോസ് ആയിട്ടുള്ള. ഇപ്പോഴും ഓബിയസ്ലി നമ്മൾ ക്ലോസ് ആണ്. ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, ഒരു 5 to 6 ഗ്രൂപ്പ്. പക്ഷെ അവരുടെ കൂടെ ചേർന്നപ്പോഴാണ്, അവരുടെ കൂടെ ഞാൻ ഇങ്ങനെ ഇടപെടപ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ് ഹൗ ടു ഡ്രീം ബിഗ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓബിയസ്ലി നിങ്ങൾ TV കാണും, അല്ലെങ്കിൽ ഓരോരുത്തരുടെ സ്പീച്ച് കേൾക്കും, അതൊക്കെ ശരി. പക്ഷെ നമ്മൾ ശരിക്കുമുള്ള ഇങ്ങനത്തെ ഒരു സർക്കിളിൻ്റെ അകത്ത് കയറിപ്പെട്ട, അത് എല്ലാവർക്കും പറ്റണം എന്നില്ല. അങ്ങനെ കയറിപ്പെട്ടു കഴിഞ്ഞാൽ വി അണ്ടർസ്റ്റാൻഡ് ഹൗ ടു തിങ്ക് ഡിഫറെൻ്റ്ലി എന്നുള്ളത്. ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈലും ഇവരുടെ തോട്ട്സും ഇതിനൊക്കെ ഉപരി അവരുടെ ഹാർഡ് വർക്ക്, ഹൗ മച്ച് എഫേർട്ട് ദേ പുട്ട്. ഓബ്വിയസ്ലി ദേ ആൾ വെരി റിച്ച്, ഈ ഒരു ഗ്യാങ്ങിന്റെ കാര്യം. പക്ഷേ the effort of work they put in to earn that wealth, അല്ലെങ്കിൽ to sustain that wealth, അതാണ് അവരുടെ ഒരു ഡ്രൈവ്. എസ്പെഷ്യലി ഇങ്ങനത്തെ സക്സസ്ഫുൾ ആൾക്കാരുടെ ഡ്രൈവ് ഇസ് ക്രേസി. ആ ഒരു തോട്ടിലാണ് അതിന് മുമ്പ്, ആക്ച്വലി ഈ വ്ളോഗിങ്ങിനൊക്കെ മുമ്പ്, അല്ലെങ്കിൽ ഈ കോവിഡ് ടൈമിന് മുമ്പൊക്കെ ആയിട്ട് ഞാൻ കൂടുതൽ ഈ ഫിലിമിലേക്കായിരുന്നു ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അത് പക്ഷേ ഐ തോട്ട് ഐ വാസ് വർക്കിംഗ് ഹാർഡ് എന്ന് പറയുമ്പോൾ ആൾക്കാരെ പോയി കാണുക, ഓപ്പർച്യൂണിറ്റി നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇവരുടെയൊക്കെ വർക്ക് എത്തിക്സും ഇവരുടെയൊക്കെ ഹാർഡ് വർക്കും പറയുന്ന കേൾക്കുമ്പോഴും, കാരണം ഏകദേശം ആ ഒരു 1 year ഇവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കണ്ടിന്യൂസ്ലി. ഇപ്പോഴും ഓബിയസ്ലി വി ആർ ഗുഡ് ഫ്രണ്ട്സ്, ഗുഡ് ടൈം. പക്ഷെ ആ ഒരു ടൈമിൽ ആൻഡ് ഐ ലേൺ ടു ഡ്രീം ബിഗ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഒരു 1 month പോകുന്ന വെക്കേഷന്റെ ബഡ്ജറ്റാണ് ഈ പറഞ്ഞ ആൾക്കാരുടെ ഒരു ദിവസം, എക്സാജറേഷൻ അല്ല, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തെ ഹോട്ടൽ റൂമിന്റെ ചെലവ് മാത്രം. സോ അത്രയും വലിയ ആൾക്കാരായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയപ്പോൾ തന്നെ തോട്ട് ചേഞ്ച്. സോ ഇതിൽ എനിക്ക് ഒരു ലെസൺ പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല ഒരു ഫിനാൻഷ്യലി സക്സസ്ഫുൾ അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ചാൻസ് കിട്ടിയ, പ്ലീസ് ഡു ഇന്ററാക്ട് വിത്ത് ദം. ദാറ്റ് വിൽ ചേഞ്ച് അവർ ടോട്ടൽ ഔട്ട്ലുക്ക്. ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിലെ ഔട്ട്ലുക്ക് മാറ്റും. ആൻഡ് നമ്മൾ എപ്പോഴും കണ്ടാൽ അറിയാം, ഇപ്പൊ അംബാനി വെഡിങ്സിനൊക്കെ മോർ ദാൻ ദ ലാവിഷ്നെസ്, അതും ഇതൊക്കെ, ജസ്റ്റ് ലുക്ക് അറ്റ് ദ നെറ്റ്വർക്കിംഗ്, അല്ലെങ്കിൽ ദി കോൺവെർസേഷൻസ് ദോസ് പീപ്പിൾ വിൽ ഹാവ്, ദ ഇന്ററാക്ഷൻസ്. അതൊരു വലിയ കാര്യമാണ് ഈ സർക്കിള്. പിന്നെ സെക്കൻഡ്ലി, ഏറ്റവും മണ്ടത്തരം എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്നത്, ഞാൻ ഈ ഫിലിംസിലൊക്കെ അവസരങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില അവസരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. പക്ഷേ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. അതൊരു ഭയങ്കര മണ്ടത്തരമായിട്ട് തോന്നിയത്. നമ്മളിപ്പോൾ ഒരു 20s early 30s ഒക്കെ ആണെങ്കിൽ എന്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. ദാറ്റ് ഈസ് വാട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചത്. കാരണം ഇത്രയും ഫിനാൻഷ്യലി വെൽത്തി ആയിട്ടുള്ള ആൾക്കാരൊക്കെ, അവർക്ക് ചിലപ്പോൾ ഒരു 100 കോടി 150 കോടിയൊക്കെ ആസ്തിയായിരിക്കും. ഇപ്പോഴത്തെ അവർക്ക് ഒരു 50 ലക്ഷം അല്ലെങ്കിൽ ഒരു 2 ലക്ഷം രൂപ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതും അവരെ കളയില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഒരു യങ് ഏജിൽ എന്ന് പറയുമ്പോൾ, നിങ്ങളിപ്പോൾ 20s അല്ലെങ്കിൽ 30s ആണെങ്കിൽ, കരിയർ വൈസ് ആണെങ്കിലും, എന്തൊരു ഓപ്പർച്യൂണിറ്റി, ഡോണ്ട് വെയിറ്റ് ഫോർ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. എന്ത് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിയാലും ഗോ ഗ്രാബ് ഇറ്റ്. ആൻഡ് ഇവർക്ക് ഈ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഉണ്ടല്ലോ, ഈ ഫെയിലിയേഴ്സിനോട് ആക്ച്വലി ദേ ലൈക്ക് ഫെയിലിയേഴ്സ്. അവർ തന്നെ പറഞ്ഞാണ്. കാരണം സക്സസ്ഫുൾ ആകുമ്പോൾ അവർക്കൊന്നും പഠിക്കാനില്ല,
പക്ഷെ ഫെയിലിയേഴ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അതിപ്പം എനിക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ സംരംഭങ്ങൾ തുടങ്ങി, അല്ലെങ്കിൽ അത് വർക്ക് ആയില്ല, ഈവൻ വ്ളോഗ്സ് ആണെങ്കിലും വർക്ക് ആയില്ലെങ്കിൽ റീച്ച് കിട്ടുമ്പോൾ ഓക്കെ ഫൈൻ, അതോടെ കഴിഞ്ഞു. പക്ഷെ ഇല്ലെങ്കിൽ നമ്മൾ അത് അനലൈസ് ചെയ്യും. സോ ഫെയിലിയേഴ്സിനെ പേടിക്കരുത്, അതൊരു വലിയ കാര്യമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മെയിനായിട്ട് മാനിഫെസ്റ്റേഷൻ എന്നുള്ളൊരു കാര്യമാണ്. സോ എൻ്റെ രീതിയിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഒരു കാര്യം മാനിഫെസ്റ്റേഷനാണ്. മാനിഫെസ്റ്റേഷന് നമ്മൾ ഒരു സിമ്പിൾ ലേമൻ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ കാണും. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്താണോ വേണ്ടത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യും, ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു കാറ് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ കാറിന് ഏത് കാറ്, ഏത് കളറ്, അത് എവിടെ വെച്ച് ഡെലിവറി എടുക്കുന്നു, ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് വിഷ്വലൈസ് അത്രയും ചെയ്യും. പക്ഷെ ഒൺലി തിങ്, ഈ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എല്ലാവരും മാനിഫെസ്റ്റേഷൻ വിഷ്വലൈസേഷൻ പറയും. നമ്മൾ അതിന് അർഹതപ്പെട്ടവരാണോ എന്നും കൂടെ നോക്കിയിട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ആക്ച്വലി ഞാൻ പണ്ടാരോ പറയുന്ന കേട്ടാണ്, സെലിബ്രിറ്റീസ് ആരോ ആണ്. സോ അത് ഫാക്റ്റാണ്. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളത് ഡിസേർവിങ് ആണോ എന്ന് നോക്കണം. നമുക്കിപ്പോൾ ഒരു എന്താ പറയുന്ന, ഇപ്പൊ എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർ ആവണമെന്ന് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തന്നെ പേഴ്സണലി അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഞാൻ അതിനുള്ള എഫേർട്ട് ഇടുന്നുണ്ടോ, അതിനുള്ള കണ്ടന്റ് ഉണ്ടോ, അതിനുള്ള സംഭവങ്ങളുണ്ടോ, എന്നിട്ട് മാത്രമേ അതിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളാണെങ്കിലും മാനിഫെസ്റ്റേഷൻ വിൽ ഡെഫിനറ്റ്ലി വർക്ക്. നമ്മൾ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന അതിനുവേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നടക്കും. ഇറ്റ് വിൽ ഇവൻച്വലി ഹാപ്പൻ. അല്ലെങ്കിൽ ആ ഒരു അടുത്തെങ്കിലും എത്തും, ആ വേണ്ടതിൻ്റെ ഒരു അടുത്തെങ്കിലും നമ്മൾ എത്തിയിരിക്കും. പക്ഷെ അതിന് വർക്ക് ചെയ്യണം, അതിന് നമുക്ക് യോഗ്യത ഉണ്ടോ എന്ന് നോക്കണം. സോ മാനിഫെസ്റ്റേഷൻ ഡെഫിനറ്റ്ലി വർക്ക്സ്, ബട്ട് അത് അത്രയും അധികം ഫീൽ ചെയ്യണം. അല്ലാതെ എനിക്ക് ഒരു കാറ് കിട്ടണം, അതാണ് എൻ്റെ മാനിഫെസ്റ്റേഷൻ, അതൊരിക്കലും വർക്ക് ചെയ്യില്ല. എനിക്കൊരു ജോബ് ഈ ഇങ്ങനത്തെ ഗൾഫിലോ അല്ലെങ്കിൽ US പോയി ജോലി ചെയ്യണം, അതല്ല. അവിടെ പോയി ഏത് ഓഫീസിൽ, ആ ഓഫീസിന്റെ അകം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്, ഏത് ചെയർ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ വർക്ക്. ജസ്റ്റ് ഇറ്റ് മൈറ്റ് സൗണ്ട് ക്രേസി, ബട്ട് അങ്ങനെയും കൂടെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ബട്ട് പുട്ട് ഇൻ ദ വർക്ക് ഡെഫിനറ്റ്ലി. പിന്നെ ഉള്ളത് വേറെ എനിക്ക് മെയിനായിട്ട് കാര്യം പറയാനുള്ളത്, ഇത് ആക്ച്വലി ഇറ്റ്സ് എ ഹാർഡസ്റ്റ് തിങ് ടു ഡു. കാരണം ഒരു 90% ഓഫ് ദി പീപ്പിൾ ഇൻക്ലൂഡിങ് മീ, നമ്മളെല്ലാവരും നെഗറ്റിവിറ്റിയോട് ഭയങ്കര അട്രാക്റ്റഡ് ആണ്. നമ്മൾ എന്തിനോടാണോ അട്രാക്റ്റഡ് ആവുന്നത് ആ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നെഗറ്റിവിറ്റി എന്ന് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഓബ്വിയസ്ലി സോഷ്യൽ മീഡിയ ആണ്. സോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് പോലത്തെ ഷോയിനോട് ഓബ്വിയസ്ലി എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ TRP റീച്ചും കിട്ടുന്നത് നമ്മൾ ഈ സ്നിപ്പെറ്റ്സ് ഒക്കെ കാണുമ്പോൾ അടിയും ഇടി, തെറിവിളി, കോൺഫ്രണ്ടേഷൻ, അങ്ങനത്തെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾക്കാണ് എപ്പോഴും റീച്ച് കിട്ടുന്നത്. ലാലേട്ടൻ വഴക്ക് പറയുന്നത്, അതാണല്ലോ അവർ പ്രൊമോഷൻസ് ആയിട്ട് ഇടുന്നത്. സോ അത് മാത്രം ഞാൻ കാണാറില്ല. ഞാൻ ഈ ഒരു പോർഷൻസ് മാത്രം ഇങ്ങനെ സോഷ്യൽ മീഡിയ വരുമ്പോൾ കാണാറുണ്ട്. അതുപോലെ തന്നെ തെറി വിളിക്കുന്ന കമന്റ്സ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെ കോണ്ടന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ മേക്ക് എ ഹ്യൂജ് ചേഞ്ച്. പക്ഷെ അത് ഭയങ്കര പാടാണ് ആൾക്കാർക്ക്. എനിക്കും അത് ട്രെയിൻ ചെയ്യേണ്ടി വന്നു. എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ, ഓബ്വിയസ്ലി ഇപ്പൊ ഒരു ട്രാവൽ വ്ളോഗിൽ എനിക്ക് ആക്സിഡന്റ് പറ്റി, അതല്ല നെഗറ്റീവ് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. കൺസിസ്റ്റന്റ്ലി ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആൾക്കാരെ കുറ്റം പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈവൻ കമന്റ്സിൽ തെറി വിളിക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ മാത്രം കൂടുതൽ കണ്ടന്റ്സ് നിങ്ങൾ കാണുവാണ്, അങ്ങനത്തെ കാര്യങ്ങളോട് അട്രാക്ട് ആവുകയാണെങ്കിൽ അത് ഇറ്റ്സ് വെരി ബാഡ്. അത് നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ്സ് നോട്ട് ഈസി. അത് നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല. അത് കൺസിസ്റ്റന്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്യും. ഡോണ്ട് ബി അവെയർ ഓഫ് ദീസ് നെഗറ്റീവ് കോണ്ടന്റ്. ഞാൻ പറയുന്നത് ഇപ്പം ഒരു വാർ ഉണ്ടായി, ഫാമിൻ ഉണ്ടായി, ഇസ്രയേൽ വാർ, അതൊക്കെ ലോക കാര്യങ്ങളാണ്. അങ്ങനത്തെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ സില്ലി ആയിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളും ഈ നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് കമന്റ്സും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ടോട്ടലി ലീവ് ഇറ്റ് അറ്റ് ഓൾ. എനിക്ക് മേ ബി ഇറ്റ് മൈ നോട്ട് ബി എത്തിക്കൽ, പക്ഷെ ഞാൻ എൻ്റെ യൂട്യൂബിന് ഞാൻ ഒരു മോഡറേറ്ററിനെ ഞാൻ പറഞ്ഞ പോലെ വെച്ചിട്ടുണ്ട്. അത് കാരണം ഞാൻ ചിലപ്പം ഒരുപാട് ഈ തെറിവിളി കമന്റ്സ് അല്ലെങ്കിൽ ഇപ്പൊ ക്രിട്ടിസൈസിങ് കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെക്കാറുണ്ട്. പക്ഷെ ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എനിക്കത് കേൾക്കണ്ട. എൻ്റെ ജോലി നിങ്ങൾ എന്റർടൈൻ ചെയ്യാനും കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാനുമാണ്. പിന്നെ എന്നോട് കൺസേൺഡ് ആയിട്ടുള്ളവർ, ജെനുവിൻലി കൺസേൺഡ് ആയിട്ടുള്ളവർ നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യും. സോ ഞാൻ എൻ്റെ ചാനലിൽ ഒരു രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് അപ്രോച്ചും, ക്രിറ്റിസിസം അല്ല, അത് ക്രിറ്റിസിസം ഇസ് ഫൈൻ, പക്ഷെ അൺവാണ്ടഡ് നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഞാൻ എൻകറേജ് ചെയ്യത്തില്ല.
സോ അതുപോലെ നിങ്ങൾക്കും അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ഹ്യൂജ് 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 ചേഞ്ച് ഇൻ യുവർ ലൈഫ്. സോ അതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ. അത് നമുക്ക് ആൻഡ് പോസിറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് തോട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്യാൻ നോക്കുക, കാണാൻ നോക്കുക, ചിരിക്കുന്ന ലെറ്റ് ഒരു പൊട്ട കണ്ടന്റ് ആയിരിക്കും. ഒരു റാബിറ്റ് ചിലപ്പോൾ ക്യാരറ്റ് ഫണ്ണിയായി കഴിക്കുന്നതായിരിക്കും. ബട്ട് ഇഫ് ഇറ്റ് ഇസ് മേക്കിംഗ് യു ലാഫ് ആൻഡ് ഇഫ് യു ആർ ഹാപ്പി സീയിങ് ദാറ്റ്, ഇറ്റ്സ് എ ബിഗ് തിങ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾക്ക് ഒരു താഴ്ച വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ താത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ 1,00,000 റിപ്ലൈ ആയിരിക്കും അല്ലെങ്കിൽ ലൈക്സ് ആയിരിക്കും വരുന്നത് സപ്പോർട്ട് ചെയ്ത്. പക്ഷെ പോസിറ്റീവ് കമന്റ്സിനൊക്കെ വളരെ കുറവാണ്. നിങ്ങൾക്ക് തന്നെ അതൊരു ട്രെൻഡാണ്. പക്ഷെ അങ്ങനെ ആ ഒരു പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനത്തെ പേര് ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എക്സ്ട്രീംലി ബാക്കിൽ നടക്കുന്നുണ്ട് ഒരാൾ എക്സ്ട്രീംലി സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫിൽ കണ്ടന്റ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഇങ്ങനത്തെ കോൺവെർസേഷൻസും അല്ലെങ്കിൽ ഇങ്ങനത്തെ കമന്റ്സും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടന്റും കൺസ്യൂം ചെയ്യില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പം ഒരു നമുക്കറിയാം ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു ലാലേട്ടനോ ഇപ്പൊ യൂസഫ് അലിക്കോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇവരൊക്കെ വലിയ ആൾക്കാർ അതുപോലെ തന്നെ അവരുടെ താഴ്ന്ന രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് അവർ ഒരിക്കലും ഇങ്ങനത്തെ കോണ്ടന്റ് കൺസ്യൂം ചെയ്യില്ല. ദേ വിൽ നോട്ട് സീ സച്ച് തിങ്സ്. അപ്പൊ നിങ്ങളും അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നെഗറ്റീവ് പറയുന്നവരെ ജസ്റ്റ് ഇഗ്നോർ ദം ടോട്ടലി. ക്രിറ്റിസിസം അല്ല, നെഗറ്റീവ് പറയുന്നവരെ അവർ ജീവിക്കുകയോ അവർ ലൈവ് ആണോ വി ഡോണ്ട് ഹാവ് ടു നോ. അവർ നമ്മുടെ ലോകത്തിന്റെ ഭാഗമേ ആവരുത്. കട്ട് ഓഫ് ചെയ്യുക. അത് ഇൻക്ലൂഡിങ് റിലേറ്റീവ്സും ഫ്രണ്ട്സും ആണെങ്കിൽ പോലും. അതാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ വന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ മനോലെ സക്സസ്ഫുൾ ആകുമ്പോൾ എൻ്റെ സറൗണ്ടിങ് പീപ്പിൾ അതെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം അത് നമ്മുടെ കയ്യിലല്ല. ഒരു പരിധി വരെ നമ്മുടെ കയ്യിലാണ്. കാരണം ഫ്രണ്ട്സ് വി ക്യാൻ ചൂസ്, ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് വി കനോട്ട് ചൂസ് നോ. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ 2 ഫ്രണ്ട്സ് അവര് ദേ ജെനുവിൻലി വോണ്ട് മീ ടു ഡു വെൽ. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. അവര് ഞാൻ ഒന്നും ഇല്ലാത്ത ടൈമിൽ എങ്ങനെയാണോ എന്നെ ട്രീറ്റ് ചെയ്തത് ആ ഒരു സെയിം ലെവലിലാണ് ഇന്നും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഫ്രണ്ട്സിനെ കിട്ടിയാൽ തന്നെ ഫ്രണ്ട്സ് ആക്ച്വലി ഷേപ്പ് യു. അത് ഭയങ്കര ഒരു കാര്യമാണ്. സോ അത് നിങ്ങൾ അത് എസ്പെഷ്യലി പാരൻസ് കുട്ടികളോടൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ്, അവരത് റിയലൈസ് ചെയ്യില്ല. പക്ഷെ നമുക്ക് എത്രയും നല്ല ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ വെൽബീങ് ജെനുവിൻലി അവർക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ് വി ആർ ടോക്കിംഗ്, നമ്മൾ എപ്പോഴും സറൗണ്ട് ചെയ്യുന്നതും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഫ്രണ്ട്സും ഫാമിലി ആണല്ലോ. സോ അങ്ങനത്തെ ഫ്രണ്ട്സിനെ കൂടെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. സോ നിങ്ങളെ അങ്ങനത്തെ ഫ്രണ്ട് സർക്കിളിനെ കിട്ടണമെങ്കിൽ നമ്മുടെ സെയിം ഈ ഒരു തോട്ട് പ്രോസസ് ആയിരിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ജെഫ്രൻ എന്ന് പറഞ്ഞു. ഐ ഗ്യാരണ്ടിങ് യു പുള്ളിയുടെ തോട്ട് പ്രോസസ് ബിക്കോസ് ഹീസ് താത്തി പറയല്ല, പക്ഷെ നമ്മുടെ അത്രയും ഒരു ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ലായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ ജെഫ്രൻ. പക്ഷെ നമ്മുടെ കൂടെ ചേർന്നിട്ട് നമ്മുടെ തോട്ടും നമ്മുടെ രീതിയിലുള്ള ഗ്രോത്തും നമ്മുടെ സംസാരങ്ങളും കേട്ട് ഐ എം 100% ഷുവർ ഹീസ് ഇൻസ്പയർഡ് ആൻഡ് നൗ ഹീസ് ഏർണിംഗ് ലൈക്ക് പുള്ളി പോലും ഇമാജിൻ ചെയ്യാത്ത എമൗണ്ട് ആണ് പുള്ളി ഏൺ ചെയ്യുന്നത് ബൈ ഹിസ് ഹാർഡ് വർക്ക് ഉള്ളി. സോ അതേ പറഞ്ഞത് ഫ്രണ്ട് സർക്കിൾ ക്യാൻ ചേഞ്ച് എൻറ്റയർ യുവർ എക്സിസ്റ്റൻസ്. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പക്ഷെ ഓബിയസ്ലി നമുക്കത് ചൂസ് ചെയ്യാൻ ഒരു പരിമിതിയുണ്ട്. അല്ലെങ്കിൽ യു ഹാവ് ടു സാക്രിഫൈസ്. നമ്മൾ അവരെ കട്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ 10 വർഷമോ 20 വർഷത്തെ ഫ്രണ്ട്സ് ആണെങ്കിലും വി ഹാവ് ടു മെയിൻറ്റെയിൻ ഡിസ്റ്റൻസ് ഇഫ് യു വോണ്ട് ടു ഗ്രോ. കാരണം ഒരുപാട് പേര് കാണുമോ അതൊന്നും നടക്കില്ല, അത് ശരിയാവില്ല, അല്ലെങ്കിൽ വൈകുന്നേരം നമുക്കൊന്ന് കൂടാം. പക്ഷെ നമ്മുടെ എയിം അതൊന്നും ആയിരിക്കില്ല. സോ യുനോ ഇപ്പൊ യങ് ആയിട്ട് ഇത് കാണുന്നുള്ളവരാണെങ്കിൽ അവരത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് നമുക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണം, അങ്ങനെ കൊണ്ടുപോകുന്നവരും ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത കാര്യമാണ്. സോ ഐ ഹാഡ് ടു കട്ട് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ടോട്ടലി എലിമിനേറ്റ് ചെയ്യല്ല, പക്ഷെ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം കുറച്ച് എനിക്ക് എൻ്റെ സർക്കിൾ എന്ന് പറയുന്ന ആ ഒരു 2-3 ഫ്രണ്ട്സ് ആയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സിമ്പിൾ കാര്യം കൂടെ പറയാം. പിന്നെ എനിക്ക് ഓബിയസ്ലി ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫാമിലി അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. എവ്രി വൺ ഇൻ മൈ ഫാമിലി വോണ്ട്സ് അസ് ടു ഡു വെൽ ആൻഡ് അവരുടെ സൈഡിൽ നിന്ന് ഇമ്മൻസ് സപ്പോർട്ടുണ്ട്. ആൻഡ് ദ വേ ദേ ട്രീറ്റ് മീ, ഞാൻ പറഞ്ഞു എന്നെയും പ്രിയനെയും ഞങ്ങൾ ഒന്നും ഫിനാൻഷ്യലി ഒന്നും ഇല്ലാത്ത ടൈമിലും ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത് ഒക്കെ സെയിം റെസ്പെക്ട് വെച്ചാണ്. സോ ദാറ്റ്സ് എ ബിഗ് തിങ്. അതിപ്പം എൻ്റെ സിസ്റ്റർ ആണെങ്കിലും ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ്. എനിക്ക് ആക്ച്വലി ഐ ആം എ കൈൻഡ് ഓഫ് ബ്ലെസ്. കാരണം എനിക്ക് ഫിനാൻഷ്യലി അത്രയും വെൽ ഓഫ് അല്ലാത്ത ടൈമിൽ പോലും എനിക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ടി ഇപ്പം അങ്ങനെ കാര്യമായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. കാരണം എനിക്ക് സിസ്റ്ററിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ വൈഫിന്റെ പ്രിയയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അമ്മയുടെ ഇമ്മൻസ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫിനാൻഷ്യലി ആണെങ്കിൽ എല്ലാവരും എന്നെ ഫിനാൻഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം
ഇപ്പൊ ഒരു സിനിമ മൂവി എന്ന് പറഞ്ഞാൽ നടക്കുന്ന ടൈമിൽ നമുക്ക് ഞാൻ നല്ലൊരു ജോലി ആക്സെഞ്ചറിൽ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. സോ അത് കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അച്ഛനും ഞാനുമായിട്ട് കുറച്ച് ബിസിനസ് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അന്ന് അതിനുള്ള അച്ഛനും ഫിസിക്കലി അത്രയും സുഖമില്ലായിരുന്നു, ആൻഡ് എനിക്ക് ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ 22-23 ഇയേഴ്സ് ഓൾഡ്. സോ അതൊക്കെ പരാജയപ്പെട്ടു. പിന്നെ സിനിമ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് വേറെ ഒരു ജോലിയും പ്ലസ് സിനിമയ്ക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി എനിക്കില്ലായിരുന്നു. സോ അതിന് പറഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് എവിടുന്ന വരുമാനം 10 പൈസ ഇല്ലല്ലോ. ആ ഒരു 23-25 ഇയേഴ്സ് നമുക്ക് സേവിങ് ഒന്നും കാണില്ലല്ലോ. പക്ഷെ പറഞ്ഞ പോലെ സിസ്റ്റർ, അതുപോലെ തന്നെ പ്രിയയുടെ സിസ്റ്റർ പൂർണിമ, ഇവരൊക്കെ ഈവൻ ഡിന്നറിന് വരെ നമുക്ക് ചിലപ്പോൾ പോകണമെന്ന്, ഒരു അത്യാവശ്യം നല്ലൊരു സ്ഥലത്ത് പോകണമെന്ന് വയ്ക്കുമ്പോൾ ചിലപ്പോൾ അവരായിരിക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ എപ്പോഴെങ്കിലും ഇവിടെ പോകണം എന്നുള്ളപ്പോൾ നമ്മൾ അറിയാതെ തന്നെ എനിക്ക് കാർഡൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറെ പേഴ്സണൽ കഥകളുണ്ട്. അവരുടെ കാർഡ് തന്ന് നിങ്ങൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ഇന്ന് കഴിക്കാനൊക്കെ പറഞ്ഞു. സോ അതൊക്കെ ഇപ്പോഴും മേ ബി ഇറ്റ്സ് ലൈക്ക് 7 years ബാക്ക് സംതിങ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ആണ് എൻ്റെ സറൗണ്ടിങ് കിട്ടിയത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് ഓൾ എ ഹ്യൂജ് തിങ്, ഹ്യൂജ് ബ്ലെസ്സിങ് ആണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. സോ അതേ പറഞ്ഞാൽ സറൗണ്ട് പീപ്പിൾ ഹു നിങ്ങളെ ജെന്യുവിൻ ആയിട്ട് സക്സസ്ഫുൾ ആയി കാണേണ്ടവരും, ജെന്യുവിൻ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരും, നമ്മുടെ ഉയർച്ചയിൽ ഒരു രീതിയിലുള്ള അസൂയ വരാത്തതും പക്ഷെ അവർക്കും അഭിമാനം തോന്നുന്നതും നമ്മുടെ ഉയർച്ചയിൽ, അങ്ങനത്തെ വരെയും കൂടെ സറൗണ്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. അല്ലാത്തവരെ കട്ട് ഓഫ് ചെയ്യണം. ഹൗവർ ഹാർഡ് ഇറ്റ് ഹാസ് ടു ബി കട്ട് ഓഫ്. ആൻഡ് ഫൈനലി എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മെയിൻ കാര്യങ്ങളാണ്. അരങ്ങാറ്റോ മണി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എപ്പം ഞാൻ പറഞ്ഞ എനിക്ക് പൈസയോട് ഭയങ്കര സ്നേഹമാണ്. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ചേഞ്ച് മൈ ലൈഫ്. ആൻഡ് എല്ലാവർക്കും പറയും, ചിലവർ പറയും സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ളവർ പറയില്ല, അല്ലാത്തവർ പറയും മണി ഈസ് നോട്ട് എവറിത്തിങ്. എനിക്ക് എൻ്റെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഫാമിലി, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മണി. സോ ഐ ലവ് മണി ആസ് മച്ച് ആസ് ഐ ലവ് മൈ സൺ ആൻഡ് വൈഫ്. ആൻഡ് ഐ ബിലീവ് ആ ലവ് ആണ് നമുക്ക് തിരിച്ച് റെസിപ്രിക്കേറ്റ് ചെയ്യുന്നത്. സോ എപ്പോൾ പൈസ കിട്ടിയാലും എപ്പോൾ പൈസ കൊടുത്താലും, അരിഗാട്ടോ എന്ന് ജാപ്പനീസിൽ പറയുന്ന താങ്ക് യു എന്നാണ്. അരിഗാട്ടോ മണി എന്ന് പറയണ്ട, പക്ഷെ ദൈവത്തിനോട് മനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു അവസരം പൈസ കിട്ടുമ്പോഴും കൊടുക്കുമ്പോഴും ഒരാണെങ്കിലും ഒരു ഗൂഗിൾ പേ ചെയ്യുവാണെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് നമ്മുടെ പൈസ വീഴുവാണെങ്കിലും താങ്ക് യു പറയണം. ആ കിട്ടിയതിനുള്ള ഒരു താങ്ക് യു, അതൊരു പ്രാക്ടീസ് ആണ്. അതിനെക്കുറിച്ചൊരു ബുക്കുണ്ട്. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ വി ആർ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദ മണി എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമായിരിക്കും. അതും എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. 1 രൂപ ഗൂഗിൾ പേ കിട്ടിയാലും 1 രൂപ ഗൂഗിൾ പേ ചെയ്താലും ക്യാഷ് ആയിട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു താങ്ക് യു എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ്ലി പറഞ്ഞു നോക്ക്, യൂണിവേഴ്സ് വിൽ ഗിവ് യു മോർ. ആൻഡ് ഫൈനലി എനിക്ക് ഓൺലൈന് ഇതും എൻ്റെ ഒരു തോട്ടാണ്. ഇപ്പം യൂട്യൂബിൻ്റെ കാര്യം തന്നെ പറയാം. റീച്ച് ഇപ്പം എനിക്ക് കമ്പാരിറ്റീവ്ലി പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. പക്ഷെ ഓബ്വിയസ്ലി ലൈഫിലൊരു ഫേസ് ആണ്, അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട്. ബട്ട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഐ ഹാവ്. സോ ഗ്രേറ്റ്ഫുൾ. അത് 50,000 വ്യൂ ആണെങ്കിലും 1 ലക്ഷം വ്യൂ ആണെങ്കിലും 1 മില്യൺ വ്യൂ ആണെങ്കിലും ഐ എം ഈക്വലി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ ഐ ഗെറ്റ്. പക്ഷെ എവറി മോർണിംഗ് ഞാൻ എഴുന്നേക്കുന്നതാ താങ്ക് യു ഫോർ എവറിത്തിങ് ഹാവ്. ബെഡ് ആണെങ്കിലും വീടാണെങ്കിലും കാസ് ആണെങ്കിലും എന്താണെങ്കിലും. പക്ഷെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എൻ്റെ എയിം ഇസ് ടു work for what I want. So I get up by thanking for what I have, and when I wake up I work for what I want. അതാണ് എൻ്റെ. സോ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ യു ഗെറ്റ്, ആൻഡ് പക്ഷെ ഓൾവേസ് വർക്ക് ഫോർ വാട്ട് യു വാണ്ട്. സോ ഇതൊക്കെ ഒരു ചെറിയ എൻ്റെ ലൈഫിലുള്ള ഞാൻ കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. കാരണം എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കുറേ പേര് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എവരി വൺ ആസ്ക് ഫോർ സച്ച് തിങ്സ്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, എനിക്കും നമ്മുടെ നിങ്ങൾ സക്സസ്ഫുൾ ആയി നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ, ഈവൻ ട്രാവൽ, നിങ്ങൾ സ്വന്തമായിട്ട് ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നെ മെസ്സേജ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് എനിക്ക് അതാ. സോ ഐ ഫീൽ എ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ഫോർ യു ഗൈസ് ഓൾസോ. നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റും നിങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി, ഞങ്ങൾ കുറേ വർഷങ്ങളുടെ ആഗ്രഹമായിരുന്നു ചേട്ടാ, പക്ഷെ എനിക്കിപ്പം ആണ് പറ്റിയത്. ഭയങ്കര സന്തോഷത്തോടെ മെസ്സേജ്. സോ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്. സോ ഐ വിഷ് all your dreams come true, and you can also work for the same. And ഇനിയും എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് ഇപ്പം പറയാൻ തോന്നിയത് എന്താ അറിയോ, ഇറ്റ്സ് ജസ്റ്റ് എ സെൻസ് ഓഫ് റിഫ്ലക്ഷൻ. കാരണം 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേ ആണ്. ആൻഡ് ഐ എം ജസ്റ്റ് താങ്ക്ഫുൾ ഫോർ എവറിത്തിങ്. ഇത്രേ ഉള്ളൂ. സോ അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.